ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യലാണ് കേട്ടോ. തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് സേതുപതി സാറിൻ്റെ ഗ്രീൻ ചിക്കൻ 65 ആണ് ഞാനിന്ന് കാണിക്കുന്നത്. ഭയങ്കര ട്രെൻഡിങ് ആണ്. അത് ഒരുപാട് ആൾക്കാർ കാണിച്ചിട്ടുണ്ടാവും. ഇപ്പം എന്താ പറയുക, നമ്മളെ ഇൻസ്റ്റയിലും എല്ലാം ടിക്ടോക്കിലൊക്കെ അടിപൊളിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് വിജയ് സേതുപതിൻ്റെ സ്പെഷ്യൽ ഗ്രീൻ ചിക്കൻ 65. അപ്പോൾ അത് വെച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ മൊത്തം ഉണ്ടാക്കിയത്. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഗ്രീൻ ചിക്കൻ 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ 65 ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്ന ഒരു ഷേപ്പ് നിങ്ങൾക്ക് അറിയാലോ. നല്ല ചെറുതാക്കിയിട്ട്, മാക്സിമം നല്ല ചെറുതാക്കിയിട്ട് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് 1 കിലോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. 1 ടീസ്പൂൺ നിറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തൈരാണ്. പുളി കുറവുള്ള തൈരാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ പുളി ഉള്ളതാണെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ യോഗർട്ടാണ് ഇവിടെ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പൊ ഈ ഒരു 3 സാധനം മാത്രം തേച്ചിട്ട് ഈ ഒരു ചിക്കൻ നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം ട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും മഞ്ഞളും തൈരും മാത്രാണ് ഇത്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് നേരം നമ്മളിതൊന്ന് മാറ്റി വെക്കണം. അതിന് ശേഷം അടുത്തൊരു മസാല ഇതിലേക്ക് ചേർക്കാനുണ്ട്. അതാണ് ഗ്രീൻ പേസ്റ്റ് എന്ന് പറയുന്നത് ട്ടോ. ആ ഗ്രീൻ പേസ്റ്റിന് വേണ്ടിയ സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചത്. 1 കിലോ ചിക്കനിലേക്കുള്ള അളവാണ് പറയണത്. ഒരു 6 അല്ലി വലിയ സൈസുള്ള വെളുത്തുള്ളി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ ഇഞ്ചി എടുത്ത് വെക്കുക. പിന്നെ കുറച്ചധികം കറിവേപ്പില വേണം. അത് ഞാനിവിടെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ചധികം തന്നെ മല്ലിച്ചപ്പ് വേണം കേട്ടോ. മല്ലിച്ചപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു വലിയ 2 കൈപ്പിടി ഉണ്ടാവും. പിന്നെ അതിൻ്റെ നേർപകുതി പുതിനൻ്റെ ഇലയും വേണം കേട്ടോ. മല്ലിച്ചപ്പിൻ്റെ നേർപകുതി പുതിനൻ്റെ ഇല. പിന്നെ അത്യാവശ്യത്തിന് പച്ചമുളക് വേണം. എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കുക. കാരണം ഇതിൽ വേറെ എരിവ് നമ്മളൊന്നും ചേർക്കാൻ പോണില്ല. അപ്പം നല്ല എരിവുള്ള പച്ചമുളക് തന്നെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അത്രയും സാധനങ്ങളാണ് നമുക്ക് അരക്കാൻ വേണ്ടിയുള്ളത്. ബാക്കി ഞാൻ മിക്സിയിലിടുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ച എല്ലാ സാധനവും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിനൻ്റെ ഇല, മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ വേണ്ടത് 1 ടീസ്പൂൺ ചെറിയ ജീരകവും അതിനുശേഷം ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ അടുത്ത് വീഡിയോ ക്ലിപ്പ് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഞാനത് എഴുതി കാണിക്കുന്നുണ്ട്. ആ ഒരു ഗരം മസാലയും ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നതാണിത്. ഇനി ഈ അരച്ച പേസ്റ്റ് നമ്മൾ 15 മിനിറ്റ് നേരം നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലേശം മസാല ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഈ ഒരു 65 മാത്രമല്ല ഉണ്ടാക്കുന്നത്, അതിൻ്റെ കൂടെ ഞാൻ വേറെ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതാ ഒരു വലിയ സൈസുള്ള ഒരു മുട്ടയാണ് വേണ്ടത്. 1 കിലോ ചിക്കനിലേക്ക് വലിയ സൈസുള്ള ഒരു മുട്ട. ചെറുതാണെങ്കിൽ 2 എടുത്തോ. പിന്നെ വേണ്ടത് നമ്മൾ പത്തിരിപ്പൊടി, അരിപ്പൊടിയാണ് 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ്, അതും 2 ടേബിൾ സ്പൂൺ കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഒന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നല്ല സ്റ്റൈലായിട്ട് സ്പൂൺ കൊണ്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് മൊത്തം കൊളായിപ്പോയി തീരെ മിക്സ് ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ. അപ്പോഴാണ് ചിക്കൻ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ആ സ്പൂണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്, പരിഷ്കാരമൊന്നും നമുക്ക് വേണ്ട, നമുക്ക് നിങ്ങളെ കൈ മതി എന്നുള്ള. അപ്പോൾ ഞാൻ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിലാണ് നമുക്ക് ചിക്കൻ വേണ്ടത്. ഇതിനി പിന്നെ നമുക്കൊരു 15 മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ. ഈ ഒരു ഗ്രീൻ ചിക്കൻ ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് അത് അവിടെ വെക്കുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ചധികം ഉള്ളി, 2 വലിയ സൈസുള്ള ഉള്ളി ഞാനിവിടെ ഒന്ന് ബിരിയാണിക്കൊക്കെ നമ്മൾ ചെയ്യണ പോലെ ഒന്ന് ബ്രൗൺ കളറിൽ വറുത്ത് കോരി മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ആ സെയിം എണ്ണയിലേക്കാണ് ഇനി നമ്മൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ചിക്കൻ ചേർത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് പൊരിക്കണം. കാരണം അതിൻ്റെ എന്താ പറയുക, പുറത്ത് ഭയങ്കര ഒരു ക്രിസ്പി കോട്ടിംഗ് ഒന്നും വേണ്ട. നന്നായിട്ട് സോഫ്റ്റായിട്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. അങ്ങനെയാണ് നമുക്ക് വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉൾഭാഗം വേവാൻ പണിയായിരിക്കും. അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ചിട്ട് പൊരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് വേവും. കാരണം എന്താ വെച്ചാൽ ചെറിയ പീസാണ് ചിക്കൻ. നമ്മൾ വലിയ പീസായിട്ടല്ല കട്ട് ചെയ്ത്, ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഒരു ഭാഗം ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറുഭാഗവും 2-3 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്താൽ നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഞാൻ നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് 2 ഭാഗവും നന്നായിട്ട് വെന്താണ്. ഇപ്പോൾ ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചിക്കൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ടും പുറം ഭാഗം ചെറുതായിട്ടൊരു ക്രിസ്പി ആയിട്ടുമാണ് ഉണ്ടാവുക. നല്ല സോഫ്റ്റായിട്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് കോരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ ആ ഒരു ചിക്കൻ തീരുന്ന വരെ നന്നായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ആ ഒരു ചെറിയ തീയിൽ തന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ പൊരിച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട്. ആകെ 1-2 ടേബിൾ സ്പൂണേ നമുക്കിനി എണ്ണ ആവശ്യമുള്ളൂ. ആ സെയിം എണ്ണ തന്നെയാണ് എടുക്കുന്നത്. ബാക്കി ഞാനിതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് ഞാനിപ്പോൾ ഒരു വലിയ സൈസുള്ള തക്കാളി ചെറുതായിട്ട് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ പുറമെ ഞാനൊരു എക്സ്ട്രാ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ടെന്ന്. അത് അതിന് വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ആ ഒരു തക്കാളി ഒന്ന് മൊരിയാൻ തുടങ്ങുന്ന സമയത്ത് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ആ ഒരു ചിക്കനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം അതിലുള്ള ബാക്കിയുള്ള ഗ്രേവിയാണ് ഇട്ടത്. ആ ഒരു മസാല നമ്മൾ ചിക്കനിൽ തേച്ച് വെച്ച മസാല ബാക്കിയാണ് വടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറും അതിൽ തന്നെ വരികയും ചെയ്യും. പിന്നെ വേണ്ടത് നമ്മൾ അരക്കണ സമയത്ത് പച്ച മസാല കുറച്ച് മാറ്റി വെച്ചിട്ടില്ല നമ്മൾ മിക്സിയിലുള്ള അതാണിത്. അപ്പോൾ അത് രണ്ടും രണ്ട് കളർ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ മസാലയിൽ നമ്മൾ ചിക്കനിൽ തൈരും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതാണത്. അതുകൊണ്ടാണ് കളർ വ്യത്യാസം കേട്ടോ. രണ്ടാമത്തത് നമ്മൾ ഗ്രീൻ പേസ്റ്റ് മാത്രമാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മീഡിയം തീ ആക്കി വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു തക്കാളിയൊക്കെ സോഫ്റ്റായി നല്ല എണ്ണയൊക്കെ തെളിയുന്ന പാകം വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 5-8 മിനിറ്റ് എന്തായാലും ടൈം എടുക്കും. ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് നമ്മൾ ആ ഒരു മസാലയിലുണ്ടാവും. ബാക്കി ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളിയൊക്കെ ഉടയാൻ തുടങ്ങി. ഇനി നന്നായിട്ട് എണ്ണയൊക്കെ തെളിയുന്ന പാകത്തിലാകണ വരെ ആ ഒരു ഗ്രീൻ പേസ്റ്റൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഗരം മസാലൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഗ്രേവി കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്രേവിയായി മാറിയാണ്. ആ ഒരു പച്ച പേസ്റ്റൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തു കേട്ടോ. ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞാണ് ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉള്ളി പൊരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ബ്രൗൺ കളർ വല്ലാണ്ടങ്ങ് കൂടിപ്പോകരുത്. അന്നേരം കയ്പ്പ് രസമാണ് വരിക കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഗ്രേവിക്ക് കേട്ടോ. അപ്പോൾ ആ ഒരു ഉള്ളിയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പകുതി ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു പൊരിച്ചത്. അപ്പോൾ പകുതി ആ ഒരു വിജയ് സേതുപതിൻ്റെ സെയിം ഇതിൽ ചിക്കൻ 65 ആയിട്ട് ഞാൻ മാറ്റി വെച്ചാണ്. പകുതി ഞാൻ ഈ ഒരു ഗ്രേവിയിലേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയും കൂടി ആവുമല്ലോ എന്നുള്ളതിലാണ് ഞാൻ പകുതി ഇങ്ങനെ ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ മസാല ആണ്. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരു ഗ്രീൻ ചിക്കന് പറ്റിയിട്ടുള്ള ആ ഒരു അതിന് മാച്ച് ആകുന്ന രീതിയിലുള്ള ഒരു മസാലയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ആ ഒരു ഗ്രീൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഞാനിന്ന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഫത്തീറയാണ് കേട്ടോ. അതും കൂടെ കാണിച്ചു തരാം. അടിപൊളിയായിട്ടുള്ളൊരു ഫത്തീറാണ്. അപ്പോൾ അത് ഞാൻ അതിന് വേണ്ടിയിട്ട് മാവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനൊരു 5 കപ്പോളം മൈദപ്പൊടിയാണ് എടുക്കുന്നത്. ഇത് മൈദയിൽ തന്നെ ചെയ്യണേ. ഇത് ഗോതമ്പ് പൊടിയിൽ ശരിയാവില്ല. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം വേണ്ടി നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഒഴിച്ച് നോക്കണം. നല്ല തിളച്ചതാണ് വേണ്ടത്. നല്ല തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ്. ഞാനിവിടെ കെറ്റിലിൽ തിളപ്പിച്ചതാണ്. എന്നിട്ട് അത് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് കൈകൊണ്ട് തൊടാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം തിളച്ച വെള്ളമല്ല. അപ്പോൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു പൊടി നനയുന്ന വരെ നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആയി എന്ന് തോന്നണ വരെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് അളവ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പൊടി വാട്ടണ പോലെ തന്നെയാണ് ആ ഒരു രീതിയിലാണിത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് കുറേശ്ശെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു കയ്യിൽ വെച്ചിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും പൊടി നനഞ്ഞെന്ന് തോന്നണ വരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ വെള്ളം അധികമായി പോകാനും പാടില്ല. വെള്ളം അധികമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊടി ഇടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിപ്പോവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കൈകൊണ്ട് തൊട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് നനഞ്ഞാണ്. അതുപോലെ തന്നെ നല്ല ചൂടും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കൈകൊണ്ട് കുഴക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നനഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് മൂടി വെക്കുക. അതിൻ്റെ ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടത് കുഴച്ചെടുത്താൽ മതി. കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഭാഗമായി കഴിഞ്ഞാൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് കിച്ചൺ മെഷീൻ ആയതുകൊണ്ട് അത് മെഷീനിൽ വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റ് എനിക്ക് ചൂടോട് കൂടി തന്നെ കുഴക്കാം. അപ്പോൾ ഞാനത് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ല സ്മൂത്ത് ആകുന്ന വരെയാണ് ഞാനത് കുഴച്ചെടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന സമയത്ത് ശരിക്കും നമ്മളൊരു പത്തിരിപ്പൊടി കുഴച്ച പോലെയാണ് ഇത് ഉണ്ടാവുക കേട്ടോ. ആ ഒരു മൈദപ്പൊടിയാണെന്നോ അല്ലെങ്കിലോ അങ്ങനത്തെ ഒരു ഫീലും ഇതിനുണ്ടാവില്ല. നമ്മൾ സാധാരണ ഒരു അരിപ്പൊടി കുഴച്ച പോലെയാണ് നമുക്കിത് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിൻ്റെ മുന്നേ ഞാൻ കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ വരട്ടിയതിൻ്റെ ശേഷം ഒന്ന് പൊതിഞ്ഞ് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ട് കേട്ടോ കയ്യിലൊന്ന് ഓയിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആക്കി കൊടുത്തതാണ്. എന്നിട്ട് ഇത് കവർ ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല സെറ്റായിട്ട് വരിക. അപ്പോൾ ഞാനതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പൊടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് അതുപോലെ ഡ്രൈ ആയി പോകാണ്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ നല്ല ചൂടോട് കൂടിയുള്ള മാവാണ് നമ്മൾ വെച്ചത്. അതുകൊണ്ട് തന്നെ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ. ആ ഒരു ഈർപ്പം പ്രശ്നമില്ല. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു പാകം ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് കുഴക്കുന്ന സമയത്തൊക്കെ ശരിക്കും നമ്മളൊരു അരിപ്പൊടി പോലെയാണ് ഇത് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇത് പരത്താനും ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് കുഴലൊന്ന് തൊട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോഴത്തേക്കന്നെ ഇത് പരന്ന് വരും. നമ്മൾ പരത്തുന്ന സമയത്ത് പെട്ടെന്ന് മുറിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അത്രയും സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു പൊടി എന്ന് പറയുന്നത്. അപ്പോൾ
അതാ ഇനിയിപ്പോൾ നമ്മളൊരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ ഇതിനൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ. വലുപ്പമൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കുക എത്ര വേണമെന്നുള്ളത്. കുറച്ച് വലുപ്പത്തിലാകുമ്പോഴാണ് നല്ലൊരു ആ ഒരു ശരിക്കും നമുക്ക് വാങ്ങുന്ന പോലത്തെ ആ ഒരു ടേസ്റ്റിലായി കിട്ടുക കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിലാണ് മൊത്തം ഉരുട്ടിയെടുത്തത്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് എടുക്കുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് ബാക്കി നമ്മൾ കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് വെക്കണം. അൺസോൾട്ടഡ് ബട്ടറാണ്. അപ്പം അതൊരു 50 ഗ്രാമാണ് ഞാൻ എടുത്തത് കേട്ടോ. അത് നോക്കിയിട്ട് എടുക്കുക. കുറച്ച് മെൽറ്റ് ചെയ്തതിന് ശേഷം വേണം തോന്നുകയാണെങ്കിൽ പിന്നെ എടുത്താൽ മതി. അപ്പോൾ അത് ആദ്യത്തെ ഉരുള ഞാൻ എടുത്തിട്ട് അതൊന്ന് പരത്തി എടുക്കുകയാണ്. നമ്മളൊരു ചപ്പാത്തി പരത്തണ പോലെ തന്നെ ചപ്പാത്തിൻ്റെ ആ ഒരു തടിയിലാണ് നമ്മൾക്ക് പരത്തി എടുക്കേണ്ടത് കേട്ടോ. ആ അത്രയും തടി മതി. ഇപ്പോൾ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു ചപ്പാത്തിൻ്റെ തടിയിലാണ് പരത്തിയെടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബട്ടർ ഇല്ല, അതാണ് തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഏകദേശം ഒരു ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും. അത്രയും ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ചപ്പാത്തി കംപ്ലീറ്റ് കവറാകുന്ന രീതിയിൽ ആ ഒരു ബട്ടർ ഒന്ന് നന്നായിട്ട് പരട്ടി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ ബട്ടറിന് പകരം നമ്മൾ ഓയിൽ ചേർക്കട്ടെ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫത്തീറിൻ്റെ ടേസ്റ്റ് മാറും, ഈ ഒരു ടേസ്റ്റ് വരില്ല. ഇതൊരു മധുരം പോലെ തോന്നും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ചെറുതായിട്ടൊരു മധുരത്തിൽ വരുന്നത്. ഇനിയിപ്പോൾ ലേശം മൈദപ്പൊടി ഒന്ന് മേലെ ഒരു തുള്ളി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് നമ്മൾ സാധാരണ മടക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് നാലായിട്ട് ഇതിനെ മടക്കി എടുക്കണം. 2 മടക്കൽ മടക്കി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമ്മൾ ചെറുതായിട്ടൊന്ന് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. ആ 2 മടക്ക് കഴിഞ്ഞാൽ, ഒരു മടക്കിൽ വേണ്ട, 2 മടക്ക് മടക്കിയാൽ ഒന്നും കൂടെ ഒന്ന് ബട്ടർ പുരട്ടി കൊടുക്കുക, ചെറുതായിട്ടൊന്ന് പൊടിയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ വീണ്ടും മടക്കിയിട്ട് 4 മടക്കാക്കിയിട്ട് നമുക്ക് ബോക്സ് പോലെ ആക്കി വെക്കാം. ഇപ്പോൾ ദാ 4 മടക്കും മടക്കിയിട്ടുണ്ട്. ഇതിവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതവിടെ മാറ്റി വെക്കണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വേറെ ഒരു പൊടിയും കൂടെ എടുത്തിട്ട് ഉരുളെടുത്തിട്ട് അതിനെ നമ്മൾ ആദ്യം പരത്തിയതിനെക്കാട്ടിലും കുറച്ചും കൂടെ വലുപ്പത്തിൽ കുറച്ചും കൂടെ നൈസായിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ആദ്യത്തേനെക്കാട്ടിലും വലുതായിരിക്കണേ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. നല്ല നൈസായിട്ട് കുറച്ചും കൂടെ വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ബട്ടർ ഇതിൻ്റെ മേലെ നന്നായിട്ട് പരട്ടി കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ബട്ടർ പരട്ടാണ്. നല്ലോണം വേണം കേട്ടോ. ബട്ടറിലൊരു പിശുക്ക് കാണിക്കരുത്. നല്ല ക്വാളിറ്റി ബട്ടർ തന്നെ എടുക്കുക. ഡയറി ആയിട്ടുള്ള നല്ല തന്നെ എടുക്കുക കേട്ടോ. ഡയറി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ബട്ടർ ഇപ്പോൾ മാർഗറിൻ ആണെങ്കിൽ ഡയറി അല്ല, അത് വെജിറ്റബിൾ ഫാറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇനിയിപ്പോൾ അത് അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ആദ്യം മടക്കി വെച്ചിട്ടുള്ള ആ ഒരു മടക്കിയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ 4ആയിട്ട് ഇതിനൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം കേട്ടോ. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മടക്ക് മടക്കി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ പിന്നെ നമ്മൾ ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ അത് 2 മടക്ക് മടക്കിയിട്ടുണ്ട്. എയർ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഉറപ്പ് വരുത്തണം കേട്ടോ. ഒന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അന്നേരം എയറൊക്കെ പുറത്തേക്ക് പോയിക്കോളും. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ഒന്ന് ബട്ടർ ആക്കി കൊടുത്തതിന് ശേഷം അത് പിന്നെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു ബോക്സ് ഉണ്ട്. അതിന് ശേഷം രണ്ടാമത്തെ ബോക്സാണ് ഈ പുറമേ ഉള്ളത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ബാക്കി എല്ലാ ഉരുളയും നമ്മൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. 2 ഈച്ച വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ അതാ ഫസ്റ്റത്തെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ബാക്കിയെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ 2 എണ്ണമാണ്. അപ്പോൾ കണ്ടില്ലേ, 2ആയിട്ട് ബോക്സാക്കി മടക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതാ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നും 2ആണ്. അപ്പോൾ നല്ല ഹെവി ആയിരിക്കും. ഒന്നെണ്ണം കഴിച്ചാൽ മതി കേട്ടോ ഒരാൾക്ക്. അതിൽ കൂടുതലൊന്നും കഴിക്കാനൊന്നും പറ്റില്ല, ഒന്ന് മതിയാവും. ഇനി ഇത് കവർ ചെയ്ത് വെക്കുക. അതിന് ശേഷം അതിൽ നിന്ന് ഓരോന്ന് എടുക്കുക. ആദ്യം പരത്തി വെച്ചത് ആദ്യം എടുക്കുക കേട്ടോ. അപ്പോഴാണ് ആദ്യം പരത്തി വെച്ചതിന് അപ്പോഴത്തേക്ക് നമ്മൾ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് കുറച്ചൊരു റെസ്റ്റും കിട്ടുമല്ലോ. അപ്പോൾ ആദ്യം പരത്തി വെച്ചത് എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. പരത്തുമ്പോൾ ശ്രദ്ധിക്കുക, അധികം ബലം പ്രയോഗിക്കാണ്ട്. ബലത്തിൻ്റെ ആവശ്യം വരുന്നില്ല, നമ്മൾ പെട്ടെന്ന് പരന്ന് കിട്ടും. എന്നാലും നമ്മളെ ഊക്കൊണ്ടൊന്ന് വല്ലാണ്ട് അങ്ങ് എന്താ പറയുക, ചെറുതായിട്ട് പോലും ഇതിനൊരു ബലം കൊടുത്ത് പരത്തി പോകരുത്. അങ്ങനെ പരത്തുന്ന സമയത്ത് ആ ഒരു ബട്ടറൊക്കെ പൊട്ടിപ്പോവും. അതേപോലെ തന്നെ നമ്മളെ മാവും പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ ഇതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു തടി എന്ന് പറയുന്നത് നമ്മളൊരു ബട്ടൂരൻ്റെ തടിയിലാണ് വേണ്ടത്. ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു തടി കേട്ടോ. ഓവർ തടിയാവാൻ പാടില്ല, എന്നാലും ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ തടി. ഇനിയിപ്പോൾ അത് നമ്മൾ ചൂടായ പാനിലേക്ക് ഇട്ടിട്ട് ഇതിനൊന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ചൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സിമ്മിലായിരിക്കണം ഇത് ചുട്ടെടുക്കേണ്ടത്. കാരണം ഇത് കുറച്ച് തടി ഉള്ളതുകൊണ്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. അപ്പോൾ അതാ ഇതിലും നമ്മൾ ഉപയോഗിക്കുന്നത് ബട്ടറാണ്. ഇതിലും നമ്മൾ ഓയിൽ ഉപയോഗിക്കില്ല. ബട്ടർ തന്നെ 2 ഭാഗത്തും. നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുന്ന സമയത്ത് നമ്മൾ ബട്ടറാക്കി കൊടുക്കൂല, നമ്മൾ ഓയിൽ തേക്കൂല. അതിന് പകരം ബട്ടർ തേച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഒരു ഭാഗം ഒന്നായി കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗത്തും ഇതേപോലെ തന്നെ ബട്ടർ പുരട്ടി കൊടുത്തതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ വേവിക്കുമ്പോൾ നല്ല സിമ്മിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരിക. പിന്നെ പേടിക്കേണ്ട, ഉൾഭാഗത്തൊന്നും അധികം വേവായ്മയൊന്നും വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഈ ഒരു പൊടി കുഴക്കുന്നതോടുകൂടി പകുതി വേവ് ഓൾറെഡി അന്നേരം തന്നെ നമുക്ക് പൊടി വെന്ത് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പൊടി തൊടുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ പകുതി വേവിൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ വെന്തിട്ടുണ്ടാവും. ബാക്കിയാണ് നമ്മൾ ഇതിൽ കിടന്നിട്ട് വേവിക്കുന്നത്. നന്നായിട്ട് പൊള്ളിയൊക്കെ വരും കേട്ടോ. സാധാരണ നമ്മൾ മടക്കി ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, നന്നായിട്ട് പൊള്ളി വരും. എന്നിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം.
ഇപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു റൊട്ടി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നന്നായിട്ട് ഞാൻ വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ഞാനെല്ലാം ഉണ്ടാക്കി ഇവിടെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വിജയ് സേതുപതി സാറിൻ്റെ നമ്മളെ ചിക്കൻ 65 ഗ്രീൻ കേട്ടോ. ഗ്രീൻ ചിക്കൻ 65 ആണിത്. അടിപൊളി ടേസ്റ്റിയാണ്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ എത്രയാണെന്നുള്ളത്. അതേ സെയിം സാധനം വെച്ചിട്ട് ഞാൻ അതിൻ്റെ കൂടെ അതിന് മാച്ച് ആകുന്ന ഒരു അടിപൊളി ഗ്രേവിയോട് കൂടി ഡ്രൈ ഗ്രേവിയോട് കൂടിയിട്ടുള്ള 65 ആണ് ഇത് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ നമ്മളെ ഫത്തീറ. ഈ ഒരു അറബിക് ഫത്തീറ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. നല്ല സൂപ്പർ സാധനമാണ് കേട്ടത്. ഇതിനൊരു കറിയോ അല്ലെങ്കിൽ ഒന്നും തന്നെ വേണം കേട്ടോ. ഒരു സൈഡ് ഡിഷും ഇല്ലാണ്ട് നമുക്ക് വെറുതെ തിന്നാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒന്നും വേണ്ട. എൻ്റെ ബാസിൻ്റെ ഫേവററ്റ് ആണ് കേട്ടോ. ഓനിത് വെറുതെ കഴിക്കുകയാണ് ചെയ്യുക. ഓന് ഇതിൻ്റെ കൂടെ ഒന്നും കൂട്ടണമൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അത് മുറിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ചൂടോട് കൂടിയാണ് മുറിക്കുന്നത്. ചൂടാറിയെന്ന് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഉള്ളിൽ ഒരുപാട് ലേയേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഭയങ്കര സോഫ്റ്റാണ്. ഇതിനൊരു ഉറപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളൊരു മൈദപ്പൊടി വെച്ചിട്ട് ചെയ്തതാണെന്നുള്ള അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. പിന്നെ പുറം ഭാഗം ചൂടോടുകൂടി കഴിക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ മുകളിലുള്ള ലെയർ നല്ല ക്രിസ്പി ആയിരിക്കും. ഇനിയിപ്പോൾ ഈ ഒരു ചിക്കൻ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല ജ്യൂസി ചിക്കൻ എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു ചിക്കനാണിത്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഓവർ സ്പൈസസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടുള്ള ലീഫുകൾ മാത്രമല്ല നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് നല്ല സോഫ്റ്റ് ചിക്കനുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുത്. എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.